വന്ന് നമുക്ക് പിശാചിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. പിശാച്, സാത്താൻ, ഓഷ്ക് പറയുന്നവൻ എന്നിങ്ങനെയെല്ലാം വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു വ്യക്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മൊത്തത്തിൽ പിശാച് എന്നുള്ള ധാരണ പലരും പല വിധത്തിലാണ് പിശാചിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. ചിലരുടെ ധാരണ മരിച്ചുപോയ മനുഷ്യൻ്റെ ആത്മാക്കൾ പിശാചുക്കളായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അതുപോലെ ദുഷ്ടന്മാരായ ആളുകളുടെ ആത്മാക്കൾ പിശാചുക്കളായി നടക്കുന്നു. അവർ അത്ഭുതങ്ങൾ കാണിക്കുന്നു, മനുഷ്യരെ ഭയപ്പെടുത്തുന്നു, പല കാര്യങ്ങളിൽ മനുഷ്യരെ വഞ്ചിക്കുന്നു. ഇങ്ങനെയുള്ള പലവിധങ്ങളായ ചിന്താഗതികൾ പിശാചിനെക്കുറിച്ച് മനുഷ്യൻ വച്ചു പുലർത്തുന്നുണ്ട്. വേദപുസ്തകം പിശാചിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പിശാച് ആരാണ്? പിശാചിനൊരു രൂപമുണ്ടോ? പിശാച് എവിടെ സ്ഥിതി ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് മരിച്ചുപോയ മനുഷ്യരുടെ, ദുഷ്ടന്മാരുടെ ആയാലും നീതിമാന്മാരുടെ ആയാലും, അങ്ങനെയുള്ള ഒരു ആത്മാവല്ല പിശാച്. മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അത് ജീവനാണ്. മരണത്തോടുകൂടി ആ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം മരണത്തിൽ പിന്നെ മനുഷ്യൻ്റേതായ യാതൊന്നും ശേഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മാവ് പിശാചായി ഇരിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് വേദപുസ്തകവുമായിട്ട് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആരാണ് പിശാച് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിശാചിനെ കുറിച്ച് മറ്റൊരു പേരുണ്ട്, സാത്താൻ എന്നാണ്. സാത്താൻ എന്നും പിശാചെന്നും മാറി മാറി പറയുന്ന ഈ വ്യക്തി, ഈ രണ്ട് നാമവിശേഷണങ്ങൾക്കും രണ്ട് അർത്ഥമാണുള്ളത്. പിശാച് എന്ന് പറഞ്ഞാൽ ഓഷ്ക് പറയുന്നവൻ എന്നാണ്, അതായത് നുണ പറയുന്നവൻ. സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരാളി എന്നാണ്. ആർക്ക് എതിരാളി എന്നാണ് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സംശയം. ദൈവത്തിൻ്റെ എതിരാളിയാണ് പിശാച്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി നുണ പറയുന്നവനാണ് ഓഷ്ക് പറയുന്നവൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പം പിശാചിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടും. ഈ പിശാച് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ 38-ന്റെ 6-ാം വാക്യത്തിൽ അവിടെ പിശാചിനെയും ബന്ധപ്പെടുത്തി ഒരു വാക്യം പറയുന്നു. ആ വാക്യം വായിച്ചു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും
ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ എന്നുള്ള പ്രയോഗം. താഴെ പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രന്മാരെന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന കാര്യം. ഈ സൃഷ്ടിവേലയ്ക്ക് ശേഷം ദൈവം തൻ്റെ നിർണയങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ലൂസിഫർ എന്ന് പറയുന്ന അരുണോദയപുത്രനായ ശുക്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ദൂതനെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമാണ്. പിതാവായ ദൈവത്തിൻ്റെ ആത്മീയ മേഖലയിലെ സൃഷ്ടികളിൽ ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെയും ഈ ദൂതനെയുമാണ്. അതുകൊണ്ടാണ് പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്ന വാക്യത്തിൽ ദൈവപുത്രന്മാർ എല്ലാം എന്ന് പറയുന്നു. അത് മറ്റുള്ള ദൂതഗണങ്ങളെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. ഇപ്പൊ സൃഷ്ടിയുടെ പ്രാരംഭം, അതാണ് പ്രഭാതം എന്ന് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭം. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആത്മീയ മേഖലയിൽ ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെയും ഈ ദൂതനെയുമാണ്. ഈ ദൂതനെ കുറിച്ച് യെശയ്യാവ് പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസറിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഈ ദൂതനെ അവിടെ വിശേഷിപ്പിക്കുന്നത് കാണാം. വായിച്ചു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്നും വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ ഈ ദൂതനെ വിശേഷിപ്പിക്കുന്നത് അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഇതെങ്ങനെയാ ബാബിലോൺ ചക്രവർത്തിയായിട്ട് ബന്ധപ്പെടുന്നത്? ഭൂമിയിലെ ആദ്യത്തെ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യമാണ്. അതിൻ്റെ ചക്രവർത്തി നെബൂഖദ്നേസറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ ദൂതനെ വിശേഷിപ്പിക്കുന്നത്. അരുണോദയപുത്രനായ ശുക്രൻ. ഇതിന് സമാന്തരമായിട്ടുള്ള വാക്യം തന്നെയാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. പ്രഭാത നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൂതൻ ദൈവത്തിൻ്റെ വിശ്വസ്തനായിരുന്നു എന്നാണ്. ഈ ദൂതന് സർവദൂതന്മാരുടെ മേലും ആധിപത്യം ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രധാന മഹിമയുടെ ബഹുത്വത്താൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഗളിക്കുകയും ദൈവത്തിന് വിരോധമായിട്ടുള്ള ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം
ആ ദൂതനെ തൻ്റെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? 13-ാം വാക്യത്തിൽ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ സാത്താൻ എന്നുള്ള പേരാണ് ഇവിടെ യോജിക്കുന്നത്. ഇവിടെ ഈ ദൂതൻ ദൈവത്തിൻ്റെ എതിരാളിയായി തിരിയാണ്. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എൻ്റെ സിംഹാസനം, ഞാൻ സ്വർഗോന്നതങ്ങളിൽ കയറും, ഞാൻ സ്വർഗത്തിനു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നാണ്. ഇതെല്ലാം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആ മനസ്സിൻ്റെ ചിന്താഗതികളെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. പിശാചെന്ന ആ വ്യക്തി യേശുക്രിസ്തുവിനെ പോലെ തന്നെ വ്യക്തിത്വമുള്ളവനാണ്. അദ്ദേഹം ജ്ഞാനസമ്പൂർണനാണ് എന്ന് പറയുന്നു. എസെക്കിയേൽ പ്രവചനം 28-ന്റെ 12-ാം വാക്യത്തിൽ ഈ ദൂതനെ കുറിച്ച് ചില കാര്യങ്ങൾ വിസ്തരിക്കുന്നു. അവിടെ സോർ രാജാവിനോട് ബന്ധപ്പെടുത്തിയാണ് ഈ ദൂതനെ അവിടെ താരതമ്യം ചെയ്യും. സോർ രാജാവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു ശത്രുവായിരുന്നു. ആ വാക്യമായി, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കിരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ഈ എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായവും യെശയ്യാവ് 14-ാം അധ്യായവും നമ്മൾ വായിക്കുമ്പോൾ പിശാചിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും വളരെ വിപുലമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നതാണ്. യെശയ്യാവ് 14-ലെ ഈ ദൂതനെ സംബോധന ചെയ്യുന്നത് അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ്. ശുക്ര നക്ഷത്രം തന്നിൽ വെളിച്ചത്തിൻ്റെ വലിയൊരളവ് വെളിച്ചം അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ എസെക്കിയേൽ 28-ന്റെ 12-ൽ പറയുന്നത്, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ മാതൃകാമുദ്രയാകുന്നു. ആർക്ക് മാതൃകയാകുന്നു എന്നാണ്. മറ്റുള്ള എല്ലാ ദൂതന്മാർക്കും മാതൃകയായിരിക്കേണ്ടവനാണ് ഈ ദൂതൻ. യേശുക്രിസ്തുവിന് മാതൃകയല്ല. യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ ദൂതനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റുള്ള ദൂതന്മാരെ അങ്ങനെ തന്നെ. മറ്റുള്ള ദൂതഗണങ്ങൾക്കെല്ലാം മാതൃകയായിട്ടാണ്
ഈ അരുണോദയപുത്രനായ ശുക്രൻ എന്ന് പറയുന്ന ദൂതനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ മാതൃക മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. യാതൊരു കുറവുമില്ലാത്ത ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരുന്ന ജോലി, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. ആദ്യ മാതാപിതാക്കളുടെ അവരുടെ സംരക്ഷണം, അവരുടെ മേൽനോട്ടമെല്ലാം ഈ ദൂതനെയാണ് ദൈവം ഏൽപ്പിച്ചിരുന്നത്. നീ മാതൃകമുദ്രയാണ്, നീ ജ്ഞാനസമ്പൂർണാന്, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. സകലവിധ രത്നങ്ങളാലും അലങ്കൃതനായിരിക്കുന്ന ഈ ദൂതൻ അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ബഹുത്വം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളെല്ലാം അത്രയും ഉയർന്ന പടിയിലാണ്. മറ്റുള്ള ദൂതന്മാരെ അപേക്ഷിച്ച് ഉയർന്ന പടിയിലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ദൂതഗണങ്ങളിൽ തന്നെ പല പടികളിലുള്ള ദൂതന്മാരുടെ ഗണങ്ങളുണ്ട്. അവരുടെ എല്ലാം മുകളിൽ ഉപരിയായി ിട്ടുള്ള ദൂതനാണ് ഇത്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. വിശുദ്ധ ദേവപർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പർവ്വതം എന്ന് പറഞ്ഞാൽ ഗോത്രം എന്നുള്ള വാക്കാണ്. സർവ ദൂതവിഭാഗങ്ങളുടെയും ഗോത്രങ്ങളുടെയും മീതെ മേൽനോട്ടക്കാരനായിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഇവിടെ ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ആക്കിയതിൻ്റെ ശേഷമാണ് ഈ ദൂതൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റം. ആദാമിൻ്റെ ഹവ്വയുടെയും സംരക്ഷണ ചുമതല ഈ ദൂതനില്ല. അവിടെ വെച്ചാണ് ഈ ദൂതൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടായത്. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. യഹോവയ്ക്ക് വിരോധമായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹത്തിൽ ഉരുത്തിരിയുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദാമിനെയും ഹവ്വായെയും മരണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ ഈ ദൂതൻ അവിടെ നൽകുകയും ചെയ്തു. അതോടുകൂടി യഹോവയ്ക്ക് ഈ ദൂതനോട് അനിഷ്ടം തോന്നുകയും അദ്ദേഹത്തിൻ്റെ ആ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവൻ അശുദ്ധിയുള്ളവനായി തീർന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയരുടെ മധ്യേ നിന്നും മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് നിന്നെ നശിപ്പിക്കും എന്നുള്ള ആ ഒരവസ്ഥയിൽ ഈ ദൂതനെ ദൈവം ആക്കിക്കളഞ്ഞു. അന്ന് മുതൽ ഈ ദൂതൻ മനുഷ്യവർഗത്തെ വശീകരിക്കുകയും യഹോവയെങ്കിൽ നിന്ന് മനുഷ്യവർഗത്തെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ഏതൊരു കാലത്തും ദൈവത്തിൻ്റെ വ്യവസ്ഥിതികളോട് മനുഷ്യൻ മത്സരിക്കേണ്ടുന്ന വിധത്തിൽ അവരെ ആക്കി തീർക്കാൻ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം
മുഴുവൻ മനുഷ്യരിലും നൽകപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം വലിയ ഒരു ജ്ഞാനമുള്ളവനാണ്, ശക്തിമാനാണ്. യഹോവയോട് സമനാകും എന്ന് പറയണമെങ്കിൽ ആ ദൂതൻ്റെ മഹത്വം എത്ര വലിയതായിരിക്കണം. നമ്മൾ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഈ ദൂതൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും. യോബിൻ്റെ അടുക്കൽ വന്നതും ഇദ്ദേഹം തന്നെയാണ്. ഒരിക്കൽ സാത്താൻ യഹോവയോട് ചോദിച്ചു, യോബ് ഇത്ര ഭക്തനായിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി അവനെ ഭദ്രമായിട്ട് കാത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. മഹാധനികനാണ് യോബ്, 10 മക്കളുണ്ട്. അവരും വലിയ ധനവാന്മാരും ധനികത്തികളും ഒക്കെയാണ്. അപ്പോൾ 7 ആൺമക്കളും 3 പെൺമക്കളുമാണ് യോബിന്. അപ്പോൾ ദൈവം പിശാചിനോട് പറഞ്ഞു, അവസാനം അവനുള്ളതെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, നിനക്ക് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്നു. ഏതായാലും യോബിൻ്റെ പരിശോധനകളും അദ്ദേഹം നേരിട്ട കഷ്ടങ്ങളിലെല്ലാം അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അവസാനം പിശാച് തന്നെ പരാജയപ്പെട്ടു. ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാവുന്ന. അപ്പോൾ പല സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ അടുക്കൽ ഈ ദൂതൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിനെയും ഈ ദൂതൻ പരീക്ഷിക്കാം. പല പരിശോധനകളിലൂടെ കർത്താവിനെ അളക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. നമ്മൾ സെക്കര്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ ദൂതൻ്റെ പേര് യഹോവ അവിടെ വിളിക്കുന്നുണ്ട്. സെക്കര്യാവ് 3-ന്റെ 1-ഉം 2-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന യോശുവ, സിരുബാബേൽ തുടങ്ങിയ ദൈവത്തിൻ്റെ ദാസന്മാർ അവർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ പിശാച് ചെല്ലുന്നുണ്ട്. ആ ഭാഗം അനന്തരം അവൻ എനിക്കു മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ഇവിടെ യെരൂശലേം പുനർനിർമ്മിക്കുവാൻ മടങ്ങി വന്നിരിക്കുന്ന യോശുവ, സെരുബ്ബാബേൽ അവർ യഹോവയുടെ ദൂതന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ സാത്താനും ചെന്നു. അവിടെ ആ സന്ദർഭത്തിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ആശയങ്ങളായിരിക്കാം സാത്താൻ യഹോവയോട് പറയുന്നത്. അപ്പോൾ യെരൂശലേമിൻ്റെ നാശം, ബാബേൽ പ്രവാസം, ഇതെല്ലാം ഒരു കാരണമാക്കിയെടുത്തുകൊണ്ടായിരിക്കാം പിശാച് അവിടെ യഹോവയോട് സംസാരിക്കുന്നത്. അപ്പോൾ അവസാനം അവനിൽ യഹോവ പറയുന്നു, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന്. അപ്പം അതുകൊണ്ട് പിന്നെ സാത്താൻ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ അവിടെ നിന്നില്ല. അപ്പം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഈ പിശാച് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ, ഇവിടെ മീഖായേലും പിശാചും തമ്മിലുള്ള ഒരു തർക്കവിഷയമാണ്. തർക്കവിഷയം മറ്റൊന്നുമല്ല, മോശയുടെ ശരീരത്തെക്കുറിച്ചാണ്. വായിച്ച് 9-ാം വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ
ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രധാന ദൂതനായ മീഖായേൽ പിശാചുമായിട്ട് പറഞ്ഞു മോശയുടെ ശരീരത്തെ കുറിച്ചാണ്. അപ്പൊ എന്തായിരിക്കാം പിശാചിന്റെ അഭിപ്രായം ഇവിടെ? മോശ ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഒന്നാമനായിരുന്നു, അവരുടെ മധ്യസ്ഥനായിരുന്നു, അവരുടെ വീണ്ടെടുപ്പുകാരനായിരുന്നു. മോശയുടെ മരണം അത് ഒരു വേർപെട്ട രീതിയിലുള്ള സ്ഥലത്ത് വെച്ചാണ്. മോശയുടെ ശരീരം അടക്കം ചെയ്യാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമൊന്നും ഇസ്രായേലിന് കിട്ടിയില്ല. മോശ ഓർ പർവ്വതമുകളിൽ വെച്ച് മരിക്കുന്നു. ദൈവം മോശയെ ഒരു താഴ്വരയിൽ അടക്കുന്നു. ഇസ്രായേലിന് ഒരു അവസാന നോക്ക് അന്ത്യചുംബനം കൊടുക്കാനുള്ള അവസരം പോലും കൊടുത്തില്ല. ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കാം സംസാരിക്കുന്നത്. അപ്പം അതിന് കർത്താവ് നിന്നെ ഫൽസിക്കുന്നു എന്ന് പറഞ്ഞ് അതവിടെ ആ വിഷയം അവസാനിപ്പിക്കും. എന്തായിരിക്കാം പിശാചിന്റെ ഉദ്ദേശം? മോശയുടെ ശരീരം അതേപടി ഇസ്രായേലിന് കിട്ടിയാൽ അവരാ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുകയും അത് ഒരാരാധന വസ്തുവായിട്ട് അത് പിന്നാലെ പരിണമിക്കുകയും ചെയ്യും. ഈ വസ്തുത അറിഞ്ഞുകൊണ്ടാണ് യഹോവ മോശയെ അടക്കം ചെയ്തത്. പിശാചിന്റെ ഈ വിധിയിലുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളുമൊക്കെ ഇതെല്ലാം ദൈവത്തിന്റെ നിർണയങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. പിശാച് ഒരു കാര്യത്തിൽ സത്യസന്ധനാണ്. ഏത് കാര്യത്തിലാണെന്നറിയാം? ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസത്തിൽ പിശാച് സത്യസന്ധനാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനപൂർണതയുടെ ഒരു അടയാളമാണ്. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് ഉള്ള ഭാഗത്ത് പറയുമ്പോൾ ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നവൻ. അവിടെ പിശാചുക്കളും എന്നുള്ള പ്രയോഗമാണ്. പിശാചെന്നുള്ള ഏകവചനമല്ല, പിശാചുക്കളും ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു എന്ന് കിട്ടിയ വാക്യം. യാക്കോബിന്റെ 2:9. പിശാചിന് ദൈവം ത്രിയേകൻ എന്നുള്ള വിശ്വാസമൊന്നുമില്ല. ദൈവം ഏകൻ തന്നെയാണെന്നുള്ള വിശ്വാസമാണ്. ഇസ്രായേലും അങ്ങനെ തന്നെയാണ്. ഇസ്രായേലില് ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവത്തിൽ ബഹുദൈവങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ട്രിനിറ്റിയെ കാണിക്കുന്ന വിശ്വാസമൊന്നും ഇസ്രായേലിലില്ല. അവർ അബ്രഹാമിന്റെ ദൈവമായ യഹോവ ഏകനെന്നുള്ള വിശ്വാസം തന്നെ ഉള്ളവരാണ്. അപ്പോൾ ആ കാര്യത്തിൽ പിശാച് പരിപൂർണനാണ്. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്ന കാര്യം. ഇവിടെ പിശാചുക്കൾ എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ പിശാചിന്റെ കൂടെ അനുസരണം കെട്ട ഒരു പറ്റം ദൂതന്മാർ കൂട്ടുകൂടിയിരുന്നു എന്നാണ്. 2 പത്രോസ് 2:4 അതിനെക്കുറിച്ച് പറയുന്നു. 2 പത്രോസ് 2:4 വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാർ എന്ന് പറയുന്നു. ഈ പാപം ചെയ്ത ദൂതന്മാരെന്ന് പറയുന്ന ആ ഗണം അവര് ഈ പ്രധാന ദൂതന്റെ
ശില്പന്തികളാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്ന് വെളിപ്പാടിൽ പറയുന്നത് പിശാചും അവന്റെ ദൂതന്മാരും. അപ്പൊ ദൈവം അധികാരത്തിൽ നിന്ന് ഈ പ്രധാന ദൂതനെ തള്ളിക്കളഞ്ഞപ്പോൾ ഒരു വലിയ പറ്റം ദൂതന്മാർ ഇദ്ദേഹത്തിന്റെ വശീകരണത്തിന് കീഴിലായി. അവരുടെ ശക്തിയാൽ മനുഷ്യരെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ സംജാതമാകുകയും ചെയ്തു. യാക്കോബ് 2:19 അല്ലേ? ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പിശാചുക്കൾ ഈ വിശ്വാസത്തിൽ വളരെ കൃത്യമാണ്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ മത ഉപദേഷ്ടാക്കന്മാരെ പോലെ ദൈവം ത്രിയേകനാണെന്നും സ്ഥാപിക്കാനും യേശു ദൈവപുത്രനല്ല ദൈവം തന്നെയാണെന്ന് സ്ഥാപിക്കാനും ഓടി നടക്കുന്ന പോലെയുള്ള ഈ ആശയക്കുഴപ്പങ്ങളൊന്നും പിശാചിനുമില്ല, പിശാചുക്കൾക്കുമില്ല. യേശു ദൈവത്തിന്റെ പുത്രനാണെന്നാണ് പിശാചുക്കളും വിശ്വസിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലങ്ങളിലൊക്കെ പല അശുദ്ധാത്മാക്കളും കർത്താവിൻ്റെ അടുക്കൽ വന്ന് നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ സത്യം പിശാചുക്കൾ ഏറ്റുപറഞ്ഞു. ഇന്ന് നമ്മുടെ ക്രൈസ്തവ മത പണ്ഡിതന്മാര് ഈ സത്യം ഏറ്റുപറയല. അതിനു പകരം യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്നാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിശാചിന് പോലും ഇല്ലാത്ത ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകണം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തു. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പിശാചിന് വ്യക്തമായ അറിവുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹുദൈവ വിശ്വാസം ക്രൈസ്തവരുടെ ഇടയിൽ പിശാചിന്ന് വളരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തെളിയിക്കാൻ പറ്റാത്തതായ ആശയങ്ങളും അന്ധഭുക്തികളും അന്ധയുക്തികളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പിശാചിന്റെ ഫോഷ്കിൽ നിന്ന് വരുന്നതാണ്. ദൈവം അത് ബഹുദൈവമാണ്, ദൈവം ഏകനല്ല എന്ന് പഠിപ്പിക്കുവാൻ പിശാച് അറിവിന് വിരോധമായി തന്നെ മനുഷ്യനെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു തെറ്റ്. അതുകൊണ്ടാണ് അവന് പോഷ്ക് പറയുന്നവൻ എന്ന് പേര് പറഞ്ഞിരുന്നു. പിശാച് ആദ്യം പറഞ്ഞ പോഷ്ക് ഏതാ? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഈ വൃക്ഷഫലം നിങ്ങൾ തിന്നോ, നിങ്ങൾ മരിക്കുകയല്ല. നിങ്ങൾ മരിക്കാതെ തന്നെ ഏദൻ തോട്ടത്തിൽ ഇരുന്നോളും. ഞാനതിന് ഗ്യാരണ്ടി പറയാം. അത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നതുകൊണ്ടാണ് അത് തിന്നരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തിന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകുവിൻ എന്നുള്ള ആശയം. അപ്പൊ ഇത് ആണ് പോഷ്കിന്റെ പിതാവെന്ന് പറയുന്നത്. എതിരാളി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാനുകൾക്കെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അത് മനുഷ്യനെ നിശേഷം നശിപ്പിക്കുന്നതിന് പിശാച് കണ്ടുപിടിച്ച സൂത്രമാണ്. അപ്പൊ സാത്താൻ, എതിരാളി എന്ന് പറയുന്ന ഈ വ്യക്തിത്വമുള്ള ഈ പിശാച് നമ്മുടെ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആസ്തിക്യമുള്ള ഒരു ആളാണ്. ശരീരമുള്ള ഒരു വ്യക്തിയാണ് പിശാച്. ഈ വ്യക്തിയെ എന്തുകൊണ്ട് ദൈവം അന്ന് നശിപ്പിച്ചില്ല എന്ന് നമുക്ക് ചിന്തിക്കാം.
എന്തുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഈ പിശാചിനെ ദൈവം നശിപ്പിക്കാത്തത്? അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഈ പിശാചിന് ബോധ്യമാകാൻ കഴിയും. പിശാചിനെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവൻ്റെ മേൽ ശിക്ഷാ നടപടികൾ ആരംഭിക്കാൻ. ദൈവത്തിൻ്റെ ആദിമ പ്ലാൻ ദൈവം പുനഃസ്ഥാപിച്ചതിൻ്റെ ശേഷം ഏറ്റവും ഒടുവിലായാണ് ഈ ദൂതൻ്റെ നാശം ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിശാച് തന്നെ പറയും, കണ്ടോ ഇപ്പോൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു, ദൈവം പരാജയപ്പെടും എന്ന് കണ്ടപ്പോൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പൊ ഈ ദൂതന് കുറെ സമയം ദൈവം ഇവിടെ അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ചില അശുദ്ധാത്മാക്കൾ ചോദിച്ചു, നീ സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുവാണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവം ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്, ആ സമയം വരെ ഞങ്ങൾ പ്രവർത്തിക്കും. അതാണ് സമയത്തിനു മുമ്പേ ദണ്ഡിപ്പിക്കും. അപ്പം നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കാം. ദൈവം സ്നേഹവാനും ക്ഷമിക്കുന്നവനും ദീർഘക്ഷമയൊക്കെ ഉള്ളവനല്ലേ? ദൈവത്തിന് പിശാചിനോട് ക്ഷമിക്കാൻ മേലേ എന്ന്, പാപികളോട് കരുണ തോന്നുക, ക്ഷമിക്കുക. ഇവിടെ പിശാച് പാപിയായതല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് പിശാചിനോട് ദൈവം ക്ഷമ കാണിക്കാത്തതെന്ന്? പിശാച് ജ്ഞാനസമ്പൂർണനായി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് പിശാചിനോട് ദൈവം ക്ഷമ കാണിക്കാത്തത്. ജ്ഞാനസമ്പൂർണതയിലുള്ള മനഃപൂർവമായ ഒരു തെറ്റാണ് പിശാച് ചെയ്തത്. അതുകൊണ്ട് ദൈവം ആദാമിനോട് ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദാം ജ്ഞാനസമ്പൂർണനായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്. ആദാമിൻ്റെ ജ്ഞാനത്തിനും അറിവിനും പരിമിതി ഉണ്ടായിരുന്നു. പൂർണ്ണമായ അറിവിലല്ല ആദാം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ആദാമിന് പാപക്ഷമയും ഒരിക്കൽ കൂടി അനുസരണം തെളിയിക്കാനുള്ള അവസരവും ദൈവം നൽകിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മനുഷ്യൻ്റെ പകരമായി, ആദാമിന് പകരമായി മറുവിലയായി തീർന്നു. ഇപ്പൊ പിശാചിന് ഒരു മറുവിലയ്ക്ക് അവകാശമില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനസമ്പൂർണത അത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവസാനം എന്ത് ചെയ്തും പിശാചിന് ശീഘ്രനാശം വരുത്തും. അവനെ എന്നേക്കുമായി നശിപ്പിച്ചു കളയും എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഈ നാശം സംഭവിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ഒടുവിൽ ആണ്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നാശം ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടും. അവിടെ ശീഘ്രനാശം വരുത്തുമെന്നാ പറഞ്ഞു. അവിടെ രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ് എന്ന ഏറ്റവും ഒടുവിലത്തെ ശിക്ഷ. പിശാചിനെ കട്ട് ചെയ്യുന്നു. പിശാചിനെ ഒടുവിൽ അവന് ശീഘ്രനാശം വരുത്തുമെന്നാണ് യെശയ്യാവ് പറയുന്നത്. ശീഘ്രനാശം എന്ന് പറഞ്ഞാൽ യാതൊന്നും ശേഷിക്കാതെ നശിപ്പിക്കും. പിന്നെ അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ പിശാചിൻ്റെ പ്രവൃത്തികളൊന്നും ഇല്ല. മനുഷ്യർക്ക് മരണമില്ല, ദുഃഖമില്ല, വേദനയില്ല, യാതനയില്ല. പരിശുദ്ധാത്മാവിൽ സന്തോഷവും സമാധാനവും കൈവരുന്ന ഒരു
വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകം പറയും. അപ്പം പിശാചെന്ന ഈ വ്യക്തിയെ സഹസ്രാബ്ദത്തിൻ്റെ ഒടുവിൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി പാപം ചെയ്ത ദൂതന്മാർ, മാനസാന്തരപ്പെടാത്ത ദൂതന്മാരെയും ആത്മീയ മേഖലയിൽ നിന്നും നീക്കം ചെയ്യും. അപ്പം സംശുദ്ധമായൊരു ഭൂമിയും ഭരണവ്യവസ്ഥിതിയും കൊണ്ട് മുഴുവൻ ലോകവും അനുഗ്രഹപൂർണമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കും.